ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് മൈദാ മാവാണ്. മൈദയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് ഈ ദോശയ്ക്കുള്ള മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. എന്നിട്ട് അത് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കണം. അതിൻ്റെ അകത്തെ ഫില്ലിങ്സിനായിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അതിലകത്ത് വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടിയത് ബ്രെഡാണ്. 2-3 ബ്രെഡ് എടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അടുത്തതായിട്ട് 2 മുട്ട എടുത്ത് അത് നന്നായിട്ട് പതപ്പിച്ച് വെക്കണം. ആ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പലഹാരം ഈ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളുണ്ടാക്കിയ പലഹാരം അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പലഹാരത്തിൻ്റെ റെസിപ്പി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകമാണെങ്കിൽ ഭയങ്കര സോഫ്റ്റുമാണ്. അതുപോലെ തേങ്ങയുടെയും പഞ്ചസാരയുടെയൊക്കെ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ടും സൂപ്പർ പലഹാരം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം.